ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മമ്മൂട്ടിയെ നായകനാക്കി ജിനോ ഡെന്നിസ് ഡയറക്ട് ചെയ്തിട്ടുള്ള സിനിമയാണ് ബസൂക്ക. സിനിമ കണ്ടു കഴിഞ്ഞു. ദെൻ വൈ മമ്മൂക്ക എന്നുള്ളൊരു ക്വസ്റ്റ്യനിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. അതായത് മമ്മൂക്കയെ കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ച് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. മമ്മൂക്കയെ പോലെ ഒരു ആർട്ടിസ്റ്റിനെ ഈ സിനിമയ്ക്ക് ഒട്ടുമേ ആവശ്യമില്ല. മമ്മൂക്കയേക്കാൾ നന്നായിട്ട് ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്ന പലരും ഉണ്ടായിരുന്നു. എന്നിട്ടും മമ്മൂക്കയെ എന്തുകൊണ്ട് ഇവർ തെരഞ്ഞെടുത്തു എന്നുള്ള ചോദ്യമാണ് എന്റെ മനസ്സിനകത്ത് കിടക്കുന്നത്. അതായത് പുള്ളിയെ പോലെ ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവരികയാണെങ്കിൽ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റണ്ടേ? ഇത് കംപ്ലീറ്റ് വെറുപ്പിക്കൽ പരിപാടിയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ഈ ഒരു മൂവിയുടെ ഡയറക്ടറായിട്ടുള്ള ഡിനോ ഡെനീസിന്റെ കാര്യം ഭയങ്കര അതിശയിപ്പിക്കുന്ന സംഭവമാണ്. അതായത് പുള്ളിയുടെ ഫാദർ എന്ന് പറയുന്ന കലു ഡെനീസ് അറിയാലോ, മലയാളം ഫിലിം ഇൻഡസ്ട്രിക്കകത്ത് അറിയപ്പെടുന്ന റൈറ്ററാണ്. പുള്ളി 80 കാലഘട്ടത്തിൽ മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് സിനിമകൾക്ക് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്ത കാലത്ത് മമ്മൂട്ടി പെട്ടി കുട്ടി എന്നുള്ളൊരു ഹിറ്റ് കോമ്പിനേഷൻ കണ്ടെത്തിയ വ്യക്തി കൂടിയാണ് ഈ കലു ഡെന്നിസ്. അതായത് മമ്മൂക്ക ഉണ്ടെങ്കിൽ മമ്മൂക്കയുടെ കഥാപാത്രത്തിന്റെ കയ്യിൽ ഒരു പെട്ടിയും കുട്ടിയായിട്ട് ബേബി ശാലിനിയും ഉണ്ടെങ്കിൽ ആ ഒരു ഹിറ്റ് കോമ്പിനേഷനിൽ അടിപൊളി സിനിമ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതൊരു വിജയ ഫോർമുലയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത്തരം സിനിമകൾ കൊണ്ടുവന്നിട്ട് അതൊക്കെ വിജയിപ്പിക്കുക കൂടി ചെയ്തിട്ടുള്ള വ്യക്തിയാണ് കലു ഡെന്നീസ്. അപ്പൊ അങ്ങനെ ഹിറ്റ് കോമ്പിനേഷൻ കണ്ടെത്തിയിട്ടുള്ള ആ ഒരു ഫാദറിന്റെ മകനായിട്ടുള്ള ഡിനോ ഡെന്നീസ് ഈ പ്രാവശ്യം ഒരു ഫ്ലോപ്പ് കോമ്പിനേഷൻ ആണ് കണ്ടെത്തിയിട്ടുള്ളത്. മമ്മൂട്ടി വെറുപ്പിക്കൽ കോമാളിത്തരം, ഈ ഒരു 3 സംഭവം ഉണ്ടെങ്കിൽ ഒരു സിനിമ ഫ്ലോപ്പ് ആക്കാമെന്ന് പുള്ളിക്കാരൻ തെളിയിച്ചിരിക്കുകയാണ്. സത്യം പറയാലോ, ഭയങ്കരമായിട്ട് നിരാശപ്പെടുത്തിയ ഒരു സിനിമയാണിത്. കുറച്ച് പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും മമ്മൂക്ക കുറച്ച് കാലമായിട്ട് തെരഞ്ഞെടുക്കുന്ന മൂവീസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊക്കെ എന്തെങ്കിലും ചെയ്യാനുണ്ടായിരിക്കും. പക്ഷെ ഇതിനകത്ത് പുള്ളിക്ക് ഒന്നും ചെയ്യാനില്ല. പുള്ളിയെ കൊണ്ട് ഒന്നാമത് ഒന്നിനും പറ്റത്തില്ല. പുള്ളിക്ക് ഓടാനും വയ്യ, ചാടാനും വയ്യ. ആ പരിമിതികൾ വെച്ചിട്ട് ഒരുപാട് ഒരുപാട് അതിനുവേണ്ടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മൂവി അത്. അപ്പൊ ഇത്ര കഷ്ടപ്പെട്ട് ഒരു സ്റ്റാർ വാല്യൂ കണക്കിലെടുത്ത് ഇത്ര കഷ്ടപ്പെട്ട് അഡ്ജസ്റ്റ്മെന്റ് അതിന്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. പിന്നെ ഇതിനകത്ത് കണ്ട മറ്റൊരു പ്രശ്നം, മമ്മൂക്ക എന്ന് പറയുന്ന സ്റ്റാറിനെയാണ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അതൊരു കഥാപാത്രമാക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. ആ സ്റ്റാറിനെ വെച്ചിട്ട് അത് സ്റ്റാർ ആണെന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്, വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടും അത് വെച്ച് കയ്യടി വാങ്ങാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്ത ഡയലോഗ്സും കുറെ സംഭവങ്ങളുണ്ട്. പിന്നെ നമ്മുടെ മമ്മൂക്കയെ നായകനാക്കിയിട്ട് കൊണ്ടുവരുന്ന സിനിമകളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, മിക്ക സിനിമകൾക്കകത്തും ഒരേ പാറ്റേൺ യൂസ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു പെൺകുട്ടി മമ്മൂക്കയെ നോക്കിയിട്ട് ഹാൻസം എന്ന് പറയും, അല്ലെങ്കിൽ വാവ് സുന്ദരൻ, എന്തൊരു ലുക്കാണ് ഈ പ്രായത്തിൽ എന്നൊക്കെ പറയും. അത് ഈ സാധനം ഈ സിനിമയ്ക്കകത്തും ഉണ്ട്. ഭയങ്കര വെറുപ്പിക്കുന്ന സംഭവമല്ല അത് എല്ലാ സിനിമകളിലും ഇതേപോലെ എന്തെങ്കിലും കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ മമ്മൂക്കയുടെ മാസ് കാണിക്കാൻ വേണ്ടിയിട്ട് പുള്ളിയെ കൊണ്ടുള്ള ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അത് കണ്ടിട്ട് വാവ് പറയുന്ന ആളുകളുണ്ട്. ഈ പ്രായത്തിലും പുള്ളി എങ്ങനെയാണ് ഇത്രയൊക്കെ അടിപൊളിയായിട്ട് ഫൈറ്റ് ചെയ്യുന്നുള്ള ആ ഒരു അത്ഭുതത്തോടു കൂടി നോക്കുന്ന ആൾക്കാരുണ്ട്. തുടങ്ങിയിട്ട് കുറെ സംഭവങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് ഫീൽ ചെയ്യുന്നത്. അതായത് കഥയിലേക്ക് എത്തുന്നില്ല. ഈ പറയുന്ന താരത്തെ കൊണ്ടുവന്നിട്ട് പുള്ളിയുടെ ആ ഒരു സ്റ്റാർഡം കാണിക്കാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ ഫൈറ്റും ലുക്കും അതും ഇതൊക്കെ വെച്ചിട്ട് കയ്യടി വാങ്ങാനുള്ള ശ്രമങ്ങളാണ് അവിടെ നടക്കുന്നതൊക്കെ. അല്ലാണ്ട് ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നില്ല. വളരെ ഫോഴ്സ്ഫുള്ളിയാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ സിനിമയുടെ ക്ലൈമാക്സ് ആകുമ്പോഴേക്കും മമ്മൂക്കയുടെ അപാര വെറുപ്പിക്കലുണ്ട്. വെറുപ്പിക്കലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് ഈ മനുഷ്യനെ കൊണ്ടുവന്നിട്ട് ഇത്രയും കോമാളിത്തരം കാണിക്കുന്നതെന്നൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത്. അത് ഭയങ്കര ബോറല്ലേ? ഒരു ക്യാരക്ടറിനെ കാണിച്ചിട്ട് പുള്ളി സൈക്കോണെന്ന് കാണിക്കാനോ അല്ലെങ്കിൽ പുള്ളി അങ്ങനെയാന്ന് കാണിക്കാൻ വേണ്ടിയിട്ടോ സകലമാന കോമാളിത്തരം കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്ര നേരം പുള്ളി പിടിച്ചിട്ടുള്ള ഒരു ബിഹേവിയർ ഉണ്ട്. ആ ബിഹേവിയർ കഴിഞ്ഞ് വീണിട്ട് വേറൊരു ബിഹേവിയർ കാണിക്കുമ്പോൾ നമുക്കത് വിശ്വസനീയമായിട്ട് ഫീൽ ചെയ്യണം. ആ ഒരു വിശ്വസനീയത എന്ന് പറഞ്ഞ സംഭവം ഇതിനകത്ത് വരുന്നില്ല. സോ ഇക്കയെ കൊണ്ടുവന്നിട്ട് ത്രൂ ഔട്ട് കൊണ്ടുവന്നിട്ട് പുള്ളിക്ക് ഒന്നും ചെയ്യാനില്ലാതെ ഒരു ക്ലൈമാക്സ് വരെ കൊണ്ടുപോയിട്ട് ക്ലൈമാക്സിൽ മൊത്തം കോമാളിത്തരം കാണിക്കാന്ന് പറഞ്ഞാൽ പിന്നെ ഇക്കയെന്ന് കൊണ്ടുവന്നതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ ഈ സിനിമയുടെ കഥയിലേക്ക് ഇനി വരാം. കഥയിലേക്ക് വരുമ്പോൾ ഇതൊരു ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട ഗെയിം ത്രില്ലർ ജോണറിലുള്ള സിനിമയാണ്. ഈ ഒരു ഡിനോ ഡെന്നീസ് ഈ ഒരു കഥ പറയാൻ പോയിട്ടുള്ള സംഭവമൊക്കെ എല്ലാവർക്കും അറിയാലോ. ഇക്കയ്ക്ക് കഥ ഇഷ്ടപ്പെട്ടു. ഇക്ക പറഞ്ഞു ഡിനോട് ഡയറക്റ്റ് ചെയ്യാൻ പറഞ്ഞു. പുള്ളിക്കാണെങ്കിൽ സ്ക്രിപ്റ്റ് ചെയ്യാനായിരുന്നു താല്പര്യം. പക്ഷെ ഇക്കയുടെ നിർബന്ധപ്രകാരം പുള്ളി എന്ത് ചെയ്യുന്നു, ഡയറക്ഷൻ ചെയ്യുന്നു. അതിന്റെ ആവശ്യമില്ലായിരുന്നു. കാരണം എന്തിനാണ് വെറുതെ ചീത്തപ്പേര് കേൾപ്പിക്കുന്നത്? ഒന്നാമത് ഇത് ഇച്ചിരി പാടുള്ളൊരു സബ്ജക്റ്റ് ആണ്. ഗെയിമിംഗ് ബാക്ക്ഡ്രോപ്പിലാണ് കഥ പറയുന്നത്. അപ്പൊ അത് എക്സിക്യൂട്ട് ചെയ്യാന്ന് പറയുന്നത് തന്നെ ഒരു വൻ ടാസ്ക് ആണ്. അത് ഇവർ കുഴപ്പമില്ലാത്ത രീതിക്ക് ചെയ്തു. ഗംഭീരം എന്ന് പറയാൻ പറ്റില്ല, കുഴപ്പമില്ലാത്ത രീതിക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ സ്പൂൺ ഫീഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു. നമുക്കറിയാത്ത സംഭവങ്ങളാണ്, അറിയാത്ത കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഈ സ്പൂൺ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഡയലോഗ്സ് ഉണ്ടല്ലോ, നമ്മൾ ബോധപൂർവ്വം ഇതിനകത്ത് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു ഗെയിമും സംഭവമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന സിനിമയ്ക്കകത്ത് ഒരു ക്രൈം കാണിക്കുന്നുണ്ട്. ആ ക്രൈമുമായി ബന്ധപ്പെട്ട് ഗെയിം സംഭവത്തെ ആളുകൾ യൂസ് ചെയ്യുന്ന കാണിക്കുന്നുണ്ട്. അപ്പൊ ഓരോ ലെവലായിട്ടാണ് ഈ സിനിമ പോകുന്നത്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് ഒക്കെ നന്നായിട്ടുണ്ട്. പക്ഷെ ഇത് എക്സിക്യൂട്ട് ചെയ്ത് വന്നപ്പോൾ ഇവർ ഉദ്ദേശിച്ച ആ ഒരു ഇമ്പാക്ട് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇതിനകത്ത് പലതരം ഗെയിമുകൾ കാണിക്കുന്നുണ്ട്. സൂപ്പർ മാരിയോ കാണിക്കുന്നുണ്ട്, പാമ്പും കോണി കാണിക്കുന്നുണ്ട്, ടെമ്പിൾ റൺ കാണിക്കുന്നുണ്ട്, ഫിഫ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ പലതരം ഗെയിമുകൾ കാണിക്കുന്നുണ്ട്. ഓരോ ക്രൈം നടക്കുന്ന സമയത്തും ഓരോ ഗെയിമാണ് ഇവർ യൂസ് ചെയ്തിട്ടുള്ളത്.
ആ ഗെയിമിലൂടെ ഇങ്ങനെ മുൻപോട്ട് പോയിട്ട് ഫൈനലി ആരാണ് പ്രതികളെന്ന് കാണിക്കുന്നു, എന്താണ് ക്രൈം ചെയ്യാനുണ്ടായിട്ടുള്ള ഒരു പ്രത്യേക കാരണം ഉണ്ടായിരിക്കുമല്ലോ, ആ കാരണം എന്താണെന്നൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെയാണ് സിനിമ പോയിട്ട് അവസാനിക്കുന്നത്. അവസാനത്തെ ഗംഭീര ട്വിസ്റ്റ് ഒക്കെ കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ ട്വിസ്റ്റ് പാളിപ്പോയി, പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ എനിക്ക് തോന്നിയ കാര്യമാണ് ഈ സിനിമയുടെ പോസ്റ്റർ ഒക്കെ ഇറങ്ങിയ സമയത്ത് ആ ഒരു ഔട്ട്ലുക്ക് ഒക്കെ നോക്കിയിട്ട് മമ്മൂക്കയെ കുറിച്ച് എല്ലാവരും ഇതിനകത്ത് പുകഴ്ത്തി പറഞ്ഞിരുന്നു. പക്ഷേ മമ്മൂക്കയെ നൈസായിട്ട് അങ്ങ് തട്ടി മാറ്റിക്കൊണ്ട് ഇതിനകത്ത് ഗൗതം വാസുദേവ് മേനോനാണ് നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ആ ഒരു ആറ്റിറ്റ്യൂഡ്, ലുക്ക് ഒക്കെ വെച്ചിട്ട് പുള്ളിക്കാണ് ഇതിനകത്ത് ഒരു ഹീറോ പരിവേഷം കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് മമ്മൂക്ക വരുന്നുണ്ട്, മമ്മൂക്കയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ പുള്ളിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പുള്ളിക്ക് ആരോഗ്യത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒന്നെങ്കിൽ കസേരയിൽ ഇരിക്കുക, അല്ലെങ്കിൽ ബസ്സിനകത്ത് ഇരിക്കുക, പിന്നെ ഓടാനും ചാടാനൊന്നും പറ്റാത്തത് കൊണ്ട് അതിനനുസരിച്ചുള്ള ആക്ഷൻ സംഭവങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ മമ്മൂക്ക ഇങ്ങനെ സൈഡാക്കി വെച്ചിട്ട് നമ്മുടെ ഗൗതം വാസുദേവ മേനോൻ ആ സ്ക്രീനകത്തേക്ക് അങ്ങ് വന്നിട്ട് പുള്ളി നിറഞ്ഞു നിൽക്കുകയാണ്. പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ്, ഔട്ട്ലുക്ക് എല്ലാം അടിപൊളിയാണ്. എസ്പെഷ്യലി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ വരുന്ന സമയത്ത് ഗൗതം വാസുദേവ് മേനോന്റെ ആ ഒരു ഔട്ട്ലുക്ക്, പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് ഒക്കെ അടിപൊളിയാണ്. മമ്മൂക്കയെ പോലും നൈസാക്കിയിട്ട് പുള്ളി സൈഡാക്കിയിട്ടുണ്ട്. എന്തായാലും ആ ഒരു ക്യാരക്ടർ മാത്രമല്ല, ഇതിനേക്കാൾ ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയത് ഇതിനകത്ത് നമ്മുടെ ആറാട്ടണ്ണന്റെ ഒരു കഥാപാത്രം ചെയ്യുന്നുണ്ട്. അപ്പൊ പുള്ളിക്ക് നല്ല തിയേറ്ററിനകത്ത് നല്ല കയ്യടി കിട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആ ഒരു കയ്യടിക്ക് കൊടുത്ത ആത്മാർത്ഥത പോലും മമ്മൂക്കയ്ക്ക് വേണ്ടിയുള്ള ഒരു ഒറ്റ കയ്യടിയിലും വന്നിട്ടില്ല. ഇതിനകത്ത് വൻ വെറുപ്പിക്കലായി വന്നിട്ടുള്ളത് ഫാൻസിന്റെ കയ്യടിയായിരുന്നു. തിയേറ്ററിനകത്ത് മൊത്തം ഫാൻസ് ആണ്. ഇത് പൈസ കൊടുത്ത് ഉന്തി തള്ളി പറഞ്ഞ് കയറ്റുകയാണെന്ന് അറിയില്ല. അനാവശ്യമായിട്ട് ഇക്കയുടെ ഫേസ് എവിടെയൊക്കെ കണ്ടാലും ഇവന്മാര് കൂട്ടമായിട്ട് കൈയടിക്കുന്നുണ്ട്. അത് ഈ സിനിമയ്ക്ക് ഒട്ടും യോജിക്കുന്ന കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ അതിനകത്ത് നമ്മുടെ ഡയറക്ടർ ആയിട്ടുള്ള ഡിനോ ഡെനീസിന്റെ ബ്രദർ ആയിട്ടുള്ള ഡിനോ ഡെനീസ് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ്. ഈ ഡിനു പണ്ട് ഒറ്റ നാണയം എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കകത്ത് നായകനായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പ്രിയമണിയായിരുന്നു നായിക. അപ്പൊ അന്ധകാലത്തൊക്കെയാണ് പുള്ളിനെ സ്ക്രീനിൽ കണ്ടിട്ടുള്ളത്. എന്തായാലും പുള്ളിയെ കുറെ കാലത്തിന് ശേഷം സ്ക്രീനകത്ത് കാണാൻ പറ്റി, കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഭയങ്കരമായിട്ട് മിസ്കാസ്റ്റ് ചെയ്യപ്പെട്ട രണ്ട് ആളുകൾ ഇതിനകത്തുണ്ട്. ഒന്ന് സിദ്ധാർത്ഥ് ഭരതനാണ്, മറ്റൊന്ന് ബിനു പപ്പു ആണ്. ഈ സിദ്ധാർത്ഥ് ഭരതൻ പോലീസൊക്കെ ആയിട്ടാണ് വരുന്നത്. പക്ഷെ പുള്ളിയുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ, പുള്ളിയുടെ ആ ഒരു മൊത്തത്തിലുള്ള ലുക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ പാടത്ത് പണിയെടുക്കാൻ പോകുന്ന ആൾക്കാരെ പോലെ തോന്നും. അതായത് നമ്മളൊരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ടുവരുമ്പോൾ, അത്തരം കഥാപാത്രങ്ങളെ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യണം ഇത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന്. നിൽപ്പിലാണെങ്കിലും നോട്ടത്തിലാണെങ്കിലും ഭാവത്തിലാണെങ്കിലും ഒക്കെ. ഈ സിദ്ധാർത്ഥ ഭരതൻ വന്നിട്ട് പുള്ളി ആടിക്കുഴഞ്ഞ് നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ പക്ക നമ്മുടെ ഈ നാട്ടിൻപുറത്ത് പണിക്ക് പോകുന്ന, നമ്മുടെ കൂലിപ്പണിക്കൊക്കെ പോകുന്ന ആ ഒരു ആളുകളെ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഇത് ഞാൻ മോശമാക്കിയിട്ട് പറയല്ല, ആ ഒരു സിദ്ധാർത്ഥ ഭരതന്റെ ലുക്കും കാര്യങ്ങളും അങ്ങനെയായിരുന്നു. അതുപോലെ തന്നെ ബിനു പപ്പു സൈക്കോളജിസ്റ്റ് ആയിട്ടാണ്. ഒട്ടും ചേരാത്തൊരു ക്യാരക്ടർ. ഒരു സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ അയാളുടെ ഈ പറയുന്ന പോലെ അയാളുടെ ആറ്റിറ്റ്യൂഡ് കാര്യങ്ങളിലൊക്കെ അത് പ്രകടമാക്കണം. ഈ പറഞ്ഞ സംഭവം ബിനു പപ്പുവിനും പിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഈ രണ്ട് ക്യാരക്ടേഴ്സും ഭയങ്കര ഫാൾട്ട് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതിനകത്ത് മമ്മൂക്കയുടെ ഭയങ്കര ബോറായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. പുള്ളി കുടിച്ചിങ്ങനെ ഫിറ്റ് ആയിട്ട് നിന്നിട്ട് ഡയലോഗ് പറയുന്ന സംഭവമാണ് നമ്മുടെ ഗൗതം വാസുദേവ് മേനോന്റെ കൂടെ. അപ്പൊ ആ സമയത്തൊക്കെ പുള്ളിയുടെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ദയനീയാണ്. ഇത്രയും അടിപൊളി സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള, ഇത്രയും അധികം കാലം ഇൻഡസ്ട്രിക്കകത്ത് നിന്നിട്ടുള്ള മമ്മൂക്കയെ കൊണ്ട് ഇത്രയും മോശമായിട്ട് ആ സീനൊക്കെ എങ്ങനെ ചെയ്യിപ്പിച്ചു എന്നുള്ളത് ഭയങ്കര അത്ഭുതമാണ്. കുറെ കൂടി നന്നാക്കാൻ പറ്റുമായിരുന്ന, ഇത്രയും മോശമാക്കാൻ പാടില്ലായിരുന്ന കുറെ സംഭവങ്ങളായിരുന്നു അതൊക്കെ വളരെ മോശമാക്കി ചെയ്തു വെച്ചിട്ടുണ്ട്. നായകനായിട്ടുള്ള മമ്മൂക്കയെ മൊത്തത്തിലങ്ങ് മാറ്റിയിട്ട് ഒന്ന് രണ്ട് കഥാപാത്രങ്ങളായിട്ടുള്ള ബിനു പപ്പു, സിദ്ധാർത്ഥ ഭരതൻ പോലുള്ള ആക്ടേഴ്സ് ഒക്കെ ചെയ്തിട്ടുള്ള അത്തരം ആളുകളെയൊക്കെ മാറ്റിയിട്ട് കുറച്ചും കൂടി നല്ല ആർട്ടിസ്റ്റുകളെ തെരഞ്ഞെടുത്തിട്ട്, ഇവർ നല്ല ആർട്ടിസ്റ്റുകളാന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഈ കഥാപാത്രങ്ങൾക്ക് യോജിച്ച ആൾക്കാരല്ല. സോ ഇതിന് യോജിക്കുന്ന കുറച്ച് ആളുകളൊക്കെ തെരഞ്ഞെടുത്തിട്ട് ഗൗതം വാസുദേവ് മേനോനെ നായകനാക്കിയിട്ട് ഈ സിനിമ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നാവുമായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ ഈ സിനിമ ടോട്ടലി നിരാശപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ടെക്നിക്കൽ കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ റോബി വർഗീസ് രാജും നിമിഷ് രവിയും ചേർന്നിട്ടാണ് സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുള്ളത്. മമ്മൂക്കിയൊക്കെ ഔട്ട് ആൻഡ് ഔട്ട് സ്റ്റൈലിഷ് ലുക്കിലൊക്കെ കൊണ്ടുവരുന്നു എന്നൊക്കെയായിരുന്നു ഈ സിനിമയുടെ റിലീസിനൊക്കെ മുൻപായിട്ട് ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതിനകത്ത് അതൊന്നും കാണാനില്ല. എനിക്ക് സിനിമാറ്റോഗ്രഫി എനിക്ക് ഒട്ടും വർക്കായിട്ടില്ല. അതായത് ഈ ഒരു മമ്മൂക്കി ഇത്ര സ്റ്റൈലിഷ് ആയിട്ട് കൊണ്ടുവരുന്നു എന്ന് പറയുന്നു, പക്ഷെ അതൊന്നും നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ഫ്രെയിമിനകത്തോ ഒരു ഷോട്ടിനകത്തോ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, മമ്മൂക്ക തന്നെ ഇതിനകത്ത് ആവശ്യമില്ല എന്നുള്ള രീതിക്കാണ് ഈ സിനിമ മൊത്തത്തിൽ ചെയ്ത് വന്നപ്പം ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ എനിക്ക് സിനിമാറ്റോഗ്രഫിയിൽ കാര്യമായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ എഡിറ്റിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിഷാദ് യൂസഫാണ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതൊരു ഗെയിമിംഗ് ത്രില്ലർ ജോണർ ആയത് കാരണം തന്നെ ആ ഒരു ഗെയിമിന്റെ ഒരു മൂഡിലേക്ക് പ്രേക്ഷകരെ എത്തിക്കാൻ പറ്റിയിട്ടില്ല. ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്, ഇതിനകത്ത് കുറെ ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്, കുറെ എണ്ണം പാളിപ്പോയിട്ടുണ്ട്, ഷെർലോക്ക് ഹോംസ് പോലുള്ള കുറെ സംഭവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്നും വിശ്വസനീയമല്ല. എല്ലാം പോട്ടെ, ഇനി അതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാലും ഇതൊരു ഗെയിമിംഗ് ത്രില്ലർ ജോണർ ആണെന്ന് പ്രേക്ഷകർക്ക് ഫീൽ ചെയ്യണം. ആ ഒരു ഗെയിമിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഒരു എഡിറ്റിങ്ങിന്റെ ഭാഗത്തുള്ള ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ സയ്യിദ് അബ്ബാസ് ആണ് സംഗീതം ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് എടുത്തു പറയാവുന്ന ഒരേ ഒരു സംഭവം ഇതിന്റെ ഒരു മ്യൂസിക് മാത്രമാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത്
ഈ സിനിമ കുറച്ചെങ്കിലും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു മൂവി ആണെന്നുള്ള ഒരു ഫീൽ ഉണ്ടാക്കാൻ ഇതിന്റെ സംഗീതത്തിന് പറ്റിയിട്ടുണ്ട്. ടെക്നിക്കലി മറ്റു കാര്യങ്ങളിലേക്ക് വരുമ്പോൾ എനിക്ക് ആ ഫീൽ കിട്ടിയിട്ടില്ലെങ്കിലും, ഈവൻ മമ്മൂക്കയുടെ കാര്യത്തിൽ പോലും കിട്ടിയിട്ടില്ലെങ്കിലും, ഇതിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ വരുന്ന സമയത്ത് ഇതൊരു ത്രില്ലർ മൂവിയാണ്, സ്റ്റൈലിഷ് ആയിട്ടുള്ള സംഭവമാണ് കാണിക്കുന്നതൊക്കെ ഫീൽ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഗൗതം വാസുദേവ് മേനോൻ വരുന്ന സമയത്തൊക്കെയുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതിനകത്ത് എനിക്ക് കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ സംഭവം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ മമ്മൂക്കയുടെ ഈ സിനിമ മൊത്തത്തിൽ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കലു ഡെന്നിസിന്റെ മകൻ ഡിനോ ഡെന്നിസ് അതിലും നിരാശപ്പെടുത്തിയിട്ടുണ്ട്. മമ്മൂക്ക വെറുപ്പിക്കൽ കോമാളിത്തരം എന്നുള്ളൊരു ഒരു ഫ്ലോപ്പ് കോമ്പിനേഷൻ മറ്റൊരു ഹിറ്റ് കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ള അച്ഛന്റെ മകൻ കൊടുത്തു എന്നാണ് എനിക്ക് മൊത്തത്തിൽ ഫീൽ ചെയ്തത്.